ചെറുകഥയിലെ അഞ്ചാമത്തെ കഥ. മുത്തശ്ശിമാവ് കഥ പറയുന്നു. കുട്ടികളെ, എല്ലാവരും കളിച്ചു തളർന്നോ? ഇനി ഇത്തിരി നേരം എന്റെ തണലിൽ വന്നിരുന്നോളൂ. ഞാൻ നിങ്ങൾക്ക് എന്റെ കഥ പറഞ്ഞു തരാം. ഒരുപാട് കാലം മുമ്പ് അതാ ആ കാണുന്ന വയലിന്റെ അക്കരെ ഒരു മാവുണ്ടായിരുന്നു. പടർന്നു പന്തലിച്ചു നിന്ന ഒരു തേന്മാവ്. അതായിരുന്നു എന്റെ അമ്മ. അമ്മമാവിന്റെ ഉച്ചിയിലെ ഒരു കണ്ണിമാങ്ങയായിരുന്നു ഞാൻ. മാസങ്ങൾക്കു ശേഷം ഞാനൊരു മുഴുത്ത മാമ്പഴമായി. അന്നൊക്കെ എന്നെ കാണേണ്ടതായിരുന്നു. മഞ്ഞയും ഓറഞ്ചും കലർന്നു തുടുത്ത ഒരു മാമ്പഴം. ഞങ്ങൾ കൂട്ടുകാരെല്ലാം കാറ്റിലാടി രസിച്ചു കഴിഞ്ഞ കാലം. ഞങ്ങളെല്ലാം ഒരു കുലയിൽ മുട്ടിയിരുന്ന് തമാശകൾ പറഞ്ഞ് രസിക്കുമായിരുന്നു. അപ്പോഴാ അത് സംഭവിച്ചത്. ഒരു കാക്ക വന്ന് എന്നെ ഒരു കൊത്ത്. പുതും, ഞാൻ ഞെട്ടിട്ടു താഴെ വീണു. മാഞ്ചോട്ടിൽ കളിച്ചിരുന്ന കുട്ടികൾക്ക് മുമ്പിലാണ് ചെന്ന് വീണത്. അതിലൊരുത്തൻ ഓടി വന്ന് എന്നെ എടുത്തു. എന്റെ തേന്മധുരം മൂറുന്ന ഭാഗങ്ങൾ കഷണങ്ങളാക്കി അവൻ കൂട്ടുകാർക്ക് പങ്കുവെച്ചു. മാങ്ങേണ്ടി മാത്രം ബാക്കിയായി. അവനതൊരു കടലാസിൽ പൊതിഞ്ഞു കയ്യിൽ വെച്ചു. ഇത് ഞാൻ വീട്ടിൽ പറമ്പിൽ കുഴിച്ചിടും, ആ മിടുക്കൻ പറഞ്ഞു. അവൻ പറഞ്ഞതുപോലെ ചെയ്തു കേട്ടോ. മഴക്കാലമായി. മഴവെള്ളത്തിൽ നനഞ്ഞു കുതിർന്ന ഞാൻ മെല്ലെ മുളച്ചു പൊന്തി. ചുവപ്പ് കലർന്ന തവിട്ടു നിറമുള്ള ഇലകൾ. എന്നും അവൻ വന്നു തൊട്ടു നോക്കും. കാലം കുറേ കഴിഞ്ഞു. ഞാൻ വലുതായി. ഞങ്ങൾ വൻമരങ്ങൾ അങ്ങനെയാണ്. ഒരുപാട് വളരും. കൊമ്പുകളും ചില്ലകളും വളർന്നപ്പോൾ പല പക്ഷികളും കൂടുകൂട്ടാനെത്തി. പക്ഷികൾ മാത്രമല്ല, പാർക്കാനെത്തിയത്. അണ്ണാനും ചിതലിനും ചിലന്തിക്കും ഉറുമ്പിനുമൊക്കെ താമസിക്കാൻ ഞാൻ ഇടം നൽകി. കുട്ടികൾ എന്റെ തണലിലിരുന്ന് കളിച്ചു വിശ്രമിച്ചു. അവർക്കൊക്കെ ഞാൻ വയറു നിറയെ ചക്കര മാമ്പഴം കൊടുത്തു. ഇപ്പോൾ ഞാനൊരു മുത്തശ്ശിയായി. എന്റെ മക്കളും പേരക്കുട്ടികളുമൊക്കെ എവിടെയാണാവോ? എന്നാലും ഇനിയും കുറെ കാലം ഞാൻ ഉണ്ടാകും, തണലും മധുരവും തന്ന്.